ഹായ്, അസ്സാം വലൈക്കും. നിങ്ങളിത് ഞാൻ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവൂലേ? ഈ മോതിരത്തിൽ തന്നെ നോക്കിയിരിക്കുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നേ, ഈ മോതിരം എനിക്ക് പണി തരുമെന്ന്. കാരണം എന്താണെന്നറിയോ? ഞാൻ ഇന്നൊരു ന്യൂസ് കണ്ടു. ഈ ഒരു മോതിരം ഒരു വീട്ടമ്മയുടെ വിരൽ ഇല്ലാതാക്കി. കള്ളന്മാരെടുത്തതാണോ? ഞാൻ ആലോചിച്ചു കേട്ടോ. ഇപ്പം മോതിരത്തിനൊക്കെ ഭയങ്കര വിലയാണല്ലോ. പിന്നെ ഈ കള്ളന്മാരെടുത്തതാണോ എന്നറിയില്ലല്ലോ. വിരലോടുകൂടിയൊക്കെ എടുത്തിട്ട് പോകും. ആ കാലഘട്ടമാണ്. അപ്പോൾ അതൊന്നുമല്ല. അപ്പം നമുക്ക് ആ ന്യൂസ് കാണാം. ഞാൻ കണ്ട ന്യൂസ് ഞാൻ നിങ്ങളെ കാണിക്കാം. എന്നിട്ട് നമുക്ക് ഈ കയ്യിൽ മോതിരം അണിയുന്ന ശീലം പൊതുവിൽ മലയാളികൾക്ക് ഉണ്ട്. അങ്ങനെ മോതിരം അണിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഗുരുതരമായൊരു അപകടത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് ചർച്ചയാക്കിക്കൊണ്ട് കൊച്ചിയിലെ മാധ്യമപ്രവർത്തക രാഖി റാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. രാഖി ആ പോസ്റ്റ് ഇട്ടത് രാഖിക്ക് ഉണ്ടായ ഒരു അപകടത്തിൻ്റെ ചുവട് പിടിച്ചാണ്. റിംഗ് അവൽഷൻ എന്നാണ് ആ അപകട സാധ്യതയുടെ പേര്. അതായത് ഈ കൈവിരൽ കിടക്കുന്ന മോതിരം നമ്മുടെ യാത്രാവേളയിലോ മറ്റോ എവിടെയെങ്കിലും കുടുങ്ങിയാൽ ഒരുപക്ഷെ നമ്മുടെ ഈ വിരൽ തന്നെ നഷ്ടപ്പെട്ടു പോകാവുന്ന അവസ്ഥ. നമ്മുടെ കൈയുടെ ഭംഗി കൂട്ടാനിടുന്ന ഈ മോതിരം എവിടെയെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ ഈ മോതിരത്തിന് ഷേപ്പ് മാറാനുള്ള ഒരിതില്ല. മെറ്റലാണല്ലോ, ഗോൾഡാണ്. അത് ഭയങ്കര ശക്തിയാണ്. ഇത് സിലിക്കോൺ പോലെ ഷേപ്പ് മാറില്ല. അപ്പം എന്താ ചെയ്യാന്നറിയോ? ഇതിൻ്റെ പ്രഷർ മൊത്തം ഈ കയ്യിൽ വരും. അപ്പോൾ ഈ വിരൽ ഒന്നിലെ തൊലിയാവാം, അല്ലെങ്കിൽ നാടികളാവാം, പേശികൾ, എല്ലുകൾ വരെ പൊട്ടി വിരൽ തന്നെ മുറിഞ്ഞു പോകാവുന്ന അവസ്ഥ. ഈ രാഖി എന്ന് പറഞ്ഞ വീട്ടമ്മയ്ക്ക് സംഭവിച്ചതോ അത് തന്നെയാണ്. മാധ്യമപ്രവർത്തകയാണെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു രാഖി എന്ന് പറയുന്ന സ്ത്രീക്ക് പറ്റിയതാണ് ഈ പറയുന്ന സംഭവം. വിരലറ്റുപോയി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ അന്തം വിട്ടു എൻ്റെ മോതിരത്തേക്കൊക്കെ നോക്കിപ്പോയി. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മോതിരങ്ങൾ ഒരിക്കലും യാത്രകളിൽ ഇടാതെ ഇരിക്കുക. അതുപോലെ ഈ ബസ്സിൽ, ട്രെയിനിൽ, അതുപോലെ ജിമ്മിൽ പോകുമ്പോൾ, പിന്നെ ഈ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ പോകുന്നൊരു ഗ്ലൗസ് ധരിക്കുക. അങ്ങനെയൊക്കെ അല്ലാതെ ഈ ഷേപ്പ് മാറാത്ത തരത്തിലുള്ള ഈ റിങ് നിങ്ങൾ പരമാവധി യാത്രകളിൽ ഒഴിവാക്കുക. കാരണം നമ്മുടെ വിരൽ അറ്റുപോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇനി അഥവാ ഇടണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് സിലിക്കോണിൻ്റെ ഇടുക. കാരണം അത്രയും ഡേഞ്ചർ ആണെന്നുള്ളതാണ് നമ്മൾ ഈ ന്യൂസിൽ നിന്ന് കാണുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നും അല്ല എന്നാണ് ഈ രാഖിയെ ചികിത്സിച്ച ഡോക്ടർമാർ പറയുന്നത്. പല കേസുകൾ വന്നിട്ടുണ്ടത്. അപ്പം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മൾ അറിയ പോലും ചെയ്യില്ല എന്നുള്ളതാണ്. ഈ രാഖിയെ ബിഗ് സല്യൂട്ട് കൊടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിൽ വിരലില്ലാന്ന് മനസ്സിലായപ്പോൾ ബസ്സിൽ തിരിച്ചു കയറി ബസ്സിൽ നിന്ന് വിരലെടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. പക്ഷെ നിർഭാഗ്യവശാൽ ആ വിരൽ ഡെത്തായിരുന്നു. അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് ഭയങ്കര ഒരു വേദനാജനകമാണ്. നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി. പിന്നെ ഇനി അതിനോട് എന്താ പറയുക, ആ അവസ്ഥയോട് പൊരുത്തപ്പെട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഇനി അവർക്കൊരു പ്രതിവിധിയുള്ളൂ. അപ്പോൾ ഇനിയുള്ളവരെങ്കിലും ശ്രദ്ധിക്കാം. നമ്മുടെ ഈ റിങ്ങൊക്കെ ഇടുമ്പോൾ, നമ്മൾ ഭംഗിക്ക് വേണ്ടി ഇടുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാതിരിക്കുക. ഇനി അഥവാ നമുക്ക് റിങ്ങൊക്കെ ഇടണം എന്ന് വലിയ ഇതുണ്ടെങ്കിൽ സോഫ്റ്റ് സിലിക്കോണിൻ്റെ റിങ് മേടിച്ചിടാം. കാരണം നമ്മുടെ വിരലുകൾ നമ്മളുടെ വിലപ്പെട്ട സമ്പാദ്യങ്ങളാണ്. നമ്മളുടെ 5 വിരലുണ്ടെങ്കിലും നമുക്ക് ഒരു വിരലില്ലെങ്കിൽ നമുക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട്. ഇപ്പോൾ രാഖിയോട് ചോദിച്ചാൽ അറിയാം എൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ യാത്രകളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ റിങ് ഇടുമ്പോൾ സൂക്ഷിക്കണം. എവിടെയെങ്കിലും കൊളുത്തി വലിച്ച് നമ്മൾ അറിയ പോലുമില്ല നമ്മുടെ വിരൽ നഷ്ടപ്പെടുന്നത്. ഇതിൻ്റെ ഇങ്ങനെ വരുന്നത് ഇത് സംഭവം കൊണ്ടാണ്. നമ്മുടെ ഈ സോഫ്റ്റാണ്, നമ്മുടെ ഇതിൻ്റെ ടിഷ്യൂകളൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അതൊക്കെ നാഡീനരമ്പുകളൊക്കെ പൊട്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാമേജ് ആവും. വിരൽ ഡാമേജ് ആവും, അല്ലെങ്കിൽ അറ്റുപോകും. അപ്പോൾ അതൊന്നും ആവശ്യമില്ല. നമ്മൾ പരമാവധി നമ്മൾ ബാഗിലെടുത്ത് വെക്കുക. നമ്മൾ എവിടെയാണോ ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ എത്തിച്ചേർന്ന് അവിടെ വെച്ചിടുക. കൂടുതലും കൊളുത്തി വലിക്കുന്ന ഭാഗങ്ങളിൽ, അങ്ങനെയുള്ള സന്ദർഭങ്ങളുള്ള സ്ഥലത്തേക്ക് ഇതൊന്നും ഇട്ട് പോകാതിരിക്കുക. നമ്മളുടെ ഒരു ശ്രദ്ധക്കുറവാണ് നമ്മളൊരു വലിയ വിലപ്പെട്ട നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഡാമേജ് ആവുന്നത്. പിന്നെ എന്താ പറയുക, കള്ളന്മാരുടെ ശല്യമുണ്ട്. അത് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കണം. യാത്ര ചെയ്യുന്നതിന് സമയത്ത് നമ്മൾ ഒരു സ്ഥലത്ത് ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ട് അവിടെ എവിടെയാണോ എത്തുന്നത് അവിടെ ചെന്നിട്ട് നമുക്കിത് ഇടാലോ. നമ്മുടെ വിരലുകൾ നമുക്ക് നഷ്ടമാവില്ലല്ലോ. അപ്പോൾ
കൂടുതലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ ഷോക്കായിപ്പോയി. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. ഇത് ഒരൊറ്റപ്പെട്ട സംഭവം അല്ലെങ്കിൽ കൂടിയും നമ്മളിത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് കാണുന്നതും ഇങ്ങനെ അറിയുന്നതും. മോതിരം ഇട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം വിചാരിച്ചു കള്ളൻ എടുത്തിട്ട് പോയി, കള്ളൻ മുറിച്ചിട്ട് പോയി എന്നൊക്കെയാണ് ഞാൻ ധരിച്ചത്. പക്ഷെ ന്യൂസ് ഫുള്ള് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അറിയാത്തവരിലേക്ക് എൻ്റെ വീഡിയോയിലൂടെ ഒന്ന് അറിയിക്കണം, അവരോട് സംസാരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കൈയുടെ ഞാൻ ആക്സിഡൻറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ടോ. എന്നാൽ ചെറിയൊരു പെയിൻ ഉണ്ട് കൈയുടെ മുട്ടിനൊക്കെ. ഇപ്പോൾ റെസ്റ്റിലാണ്. അപ്പം ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോൾ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.